നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, അൾട്ടിമേറ്റ് വിന്നറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. PSC ബുള്ളറ്റിനിലെ ആനുകാലികവും GKയും എന്ന സെഗ്മെൻറ്റിലെ രണ്ടാമത്തെ വീഡിയോയാണ്. ഇതിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പാർട്ട് പോലും സ്കിപ്പ് ചെയ്ത് കളയാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കേൾക്കാൻ ശ്രമിക്കുക. പാർട്ട് 1ൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതും കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കേൾക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. 2023 നവംബറിൽ കേരള സംഗീത നാടക അക്കാദമി കലാരൂപങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് മിമിക്രി. അപ്പോൾ 2023 നവംബറിൽ കേരള സംഗീത നാടക അക്കാദമി കലാരൂപങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് മിമിക്രിയെയാണ് 2023 നവംബറിൽ കേരള സംഗീത നാടക അക്കാദമി കലാരൂപങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന പ്രഥമ കായിക ഉച്ചകോടിയുടെ വേദി തൃശ്ശൂർ. 2024 ജനുവരിയിലാണ് നടന്നത്. കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന പ്രഥമ കായിക ഉച്ചകോടിയുടെ വേദിയായിരുന്നത് തൃശ്ശൂരായിരുന്നു. കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന പ്രഥമ കായിക ഉച്ചകോടിയുടെ വേദി. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 16ാമത് ബഷീർ പുരസ്കാരം നേടിയത് സന്തോഷ് കുമാറാണ്. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 16ാമത് ബഷീർ പുരസ്കാരം നേടിയത്. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 16ാമത് ബഷീർ പുരസ്കാരം നേടിയത് ആരാണ്? സന്തോഷ് കുമാറാണ്. കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാവരെയും പ്രായഭേദമന്യേ ബ്രെയിലി ലിപി പഠിപ്പിക്കുന്നതിനായി കേരള സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ പഠന പദ്ധതിയാണ് ദീപ്തി. കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാവരെയും പ്രായഭേദമന്യേ ബ്രെയിലി ലിപി പഠിപ്പിക്കുന്നതിനായി കേരള സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ പഠന പദ്ധതിയാണ് ദീപ്തി എന്ന് പറഞ്ഞാൽ കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാവരെയും പ്രായഭേദമന്യേ ബ്രെയിലി ലിപി പഠിപ്പിക്കുന്നതിനായി കേരള സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ പഠന പദ്ധതി. 2023 നവംബറിൽ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ദേശീയ സൈബർ സുരക്ഷാ ഏജൻസി സെർട്ടിനെയാണ് 2023 നവംബറിൽ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത്. അപ്പോൾ ദേശീയ സൈബർ സുരക്ഷാ ഏജൻസിയായ സെർട്ടിനെയാണ് 2023 നവംബറിൽ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത്. 2023 JCB പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ പെരുമാൾ മുരുകനാണ് 2023 JCB പുരസ്കാരത്തിന് അർഹനായത്. ഡൽഹിയിലെ രൂക്ഷമായ അന്തരീക്ഷ മലിനീകരണത്തിന് പരിഹാരം എന്ന നിലയിൽ കൃത്രിമ മഴ വികസിപ്പിച്ച IIT കാൺപൂരാണ് ഡൽഹിയിലെ രൂക്ഷമായ അന്തരീക്ഷ മലിനീകരണത്തിന് പരിഹാരം എന്ന നിലയിൽ കൃത്രിമ മഴ വികസിപ്പിച്ച IIT കാൺപൂർ ഡൽഹിയിലെ രൂക്ഷമായ അന്തരീക്ഷ മലിനീകരണത്തിന് പരിഹാരം എന്ന നിലയിൽ കൃത്രിമ മഴ വികസിപ്പിച്ച IIT കാൺപൂർ. ഇന്ത്യ അടക്കമുള്ള 7 രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾക്ക് സൗജന്യ വിസ അനുവദിച്ച ലോകരാജ്യം ശ്രീലങ്കയാണ്. ഇന്ത്യ അടക്കമുള്ള 7 രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾക്ക് സൗജന്യ വിസ അനുവദിച്ച ലോകരാജ്യം. ഇന്ത്യ അടക്കമുള്ള 7 രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾക്ക് സൗജന്യ വിസ അനുവദിച്ച ലോകരാജ്യം ശ്രീലങ്ക. 2023 നവംബറിൽ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ദേശീയ സൈബർ സുരക്ഷാ ഏജൻസി സെർട്ടിൻ. സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം വർണ്ണപ്പകിട്ട് 2024 വേദി തൃശ്ശൂരാണ്. സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം വർണ്ണപ്പകിട്ട് 2024 വേദി തൃശ്ശൂരിൽ വെച്ചാണ് സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം വർണ്ണപ്പകിട്ട് 2024 നടക്കുന്നത്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചത് 2023 സെപ്റ്റംബർ 28. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചതെന്നാണ് 2023 സെപ്റ്റംബർ 28. 2023 സെപ്റ്റംബർ 28 ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചത്. 2023 സെപ്റ്റംബർ 28. 2023 സെപ്റ്റംബർ 28.
ജനുവരിയിൽ നടന്ന 62ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ജില്ല കണ്ണൂർ. വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്. ജനുവരിയിൽ നടന്ന 62ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ജില്ല ഏതാണ്? കണ്ണൂർ ജില്ലയാണ് ജനുവരിയിൽ നടന്ന 62ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ജില്ല. ഔദ്യോഗിക വൃക്ഷവും പുഷ്പവും പക്ഷിയുമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കാസർഗോഡ് ജില്ലയാണ് ഔദ്യോഗിക വൃക്ഷവും പുഷ്പവും പക്ഷിയും ഉള്ള ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല. അപ്പോൾ ഔദ്യോഗിക വൃക്ഷവും പുഷ്പവും പക്ഷിയും ഉള്ള ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ്? കാസർഗോഡാണ് ഔദ്യോഗിക വൃക്ഷവും പുഷ്പവും പക്ഷിയും ഉള്ള ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ഡോക്ടർ എസ്.കെ. വസന്തൻ. ഡോക്ടർ എസ്.കെ. വസന്തനാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്. ഈ എഴുത്തച്ഛൻ പുരസ്കാരമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, PSC ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? ഡോക്ടർ എസ്.കെ. വസന്തൻ. ഡോക്ടർ എസ്.കെ. വസന്തനാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്. ഡോക്ടർ എസ്.കെ. വസന്തൻ. ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ഔധ് കൂട്ടിച്ചേർക്കപ്പെട്ട വർഷം 1856. ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ഔധ് കൂട്ടിച്ചേർക്കപ്പെട്ട വർഷം ഏതാണ്? 1856. 1856 ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ഔധ് കൂട്ടിച്ചേർക്കപ്പെട്ടത്. എങ്ങോട്ടാണ് കൂട്ടിച്ചേർക്കപ്പെട്ടത്? ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യയോട്. അപ്പോൾ ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ഔധ് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ട വർഷം ഏതാണ്? 1856. ഒരു പ്രൊജക്ടൈലിന് ഏറ്റവും കൂടുതൽ റേഞ്ച് ലഭിക്കുന്ന കോണളവ് 45 ഡിഗ്രി. ഒരു പ്രൊജക്ടൈലിന് ഏറ്റവും കൂടുതൽ റേഞ്ച് ലഭിക്കുന്ന കോണളവാണ് 45 ഡിഗ്രി. 45 ഡിഗ്രിയാണ് ഒരു പ്രൊജക്ടൈലിന് ഏറ്റവും കൂടുതൽ റേഞ്ച് ലഭിക്കുന്ന കോണളവ്. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് റാം ഡിയോ മിശ്രയാണ് മിശ്രയാണ് പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ്. അപ്പോൾ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? റാം ഡിയോ മിശ്രയാണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ്. അതിദരിദ്രരില്ലാത്ത കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് കുറ്റ്യാട്ടൂർ. അതിദരിദ്രരില്ലാത്ത കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് ഏതാണ്? കുറ്റ്യാട്ടൂർ പഞ്ചായത്താണ് അതിദരിദ്രരില്ലാത്ത കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത്. കുറ്റ്യാട്ടൂർ അതിദരിദ്രരില്ലാത്ത കേരളത്തിലെ ആദ്യ പഞ്ചായത്താണ് കുറ്റ്യാട്ടൂർ. പ്രോസസ് ചെയ്ത ഡേറ്റയെ വിളിക്കുന്നത് ഇൻഫർമേഷൻ. പ്രോസസ് ചെയ്ത ഡേറ്റയെ വിളിക്കുന്ന പേരാണ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോസസ് ചെയ്ത ഡേറ്റ. അതെ, പ്രോസസ് ചെയ്ത ഡേറ്റയെ വിളിക്കുന്ന പേരാണ് ഇൻഫർമേഷൻ. അടുത്ത ഒരു പോയിന്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ പോലെയാണ്. ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഗൂഗിൾ, സഫാരി, മോസില്ല ഫയർഫോക്സ്, എഡ്ജ്. അപ്പോൾ ഗൂഗിൾ, സഫാരി, മോസില്ല ഫയർഫോക്സ്, എഡ്ജ്. ഇതിൽ ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഗൂഗിളാണ് ഇതിലെ ഒറ്റയാൻ. സഫാരി, മോസില്ല ഫയർഫോക്സ്, എഡ്ജ് എന്നിവ ബ്രൗസറുകളാണ്. ഗൂഗിളിൻ്റെ ബ്രൗസറാണ് ഗൂഗിൾ ക്രോം. ഗൂഗിൾ എന്നത് ആൽഫബറ്റിന് കീഴിലുള്ള ഒരു കമ്പനിയാണ്. ആൽഫബറ്റ് എന്ന മാതൃ കമ്പനിക്ക് കീഴിലുള്ള ഒരു കമ്പനിയാണ് ഗൂഗിള്. ഇതിൽ സഫാരി, മോസില്ല ഫയർഫോക്സ്, എഡ്ജ് എന്നിവ ബ്രൗസറും ഗൂഗിൾ ഒരു കമ്പനിയുമാണ്.
പക്ഷേ ഗൂഗിൾ ക്രോം ആണ് ബ്രൗസർ. ഗൂഗിൾ ഒരു ബ്രൗസർ അല്ല, ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിനാണ്. ഗൂഗിൾ എന്താണ്? ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിനാണ്. ഗൂഗിൾ എന്തിൻ്റെ കീഴിലുള്ളതാണ്? ആൽഫബറ്റ് എന്നാണ് ഗൂഗിളിൻ്റെ മാതൃ കമ്പനിയുടെ പേര്. ആൽഫബറ്റിനുള്ളിലെ ഒരു സെർച്ച് എഞ്ചിനാണ് ഗൂഗിള്. ഗൂഗിൾ ക്രോം ആണ് ബ്രൗസർ. ഇതിൽ മോസില്ല ഫയർഫോക്സ്, സഫാരി, എഡ്ജ് എന്നിവ ബ്രൗസേഴ്സ് ആണ്. പഞ്ചവാദ്യത്തിൻ്റെ ആരംഭത്തിലും അവസാനത്തിലും മാത്രം ഉപയോഗിക്കുന്ന വാദ്യം ശംഖ്. പഞ്ചവാദ്യത്തിൻ്റെ ആരംഭത്തിലും അവസാനത്തിലും മാത്രം ഉപയോഗിക്കുന്ന വാദ്യം ഏതാണ്? ശംഖ്. ശംഖാണ് പഞ്ചവാദ്യത്തിൻ്റെ ആരംഭത്തിലും അവസാനത്തിലും മാത്രം ഉപയോഗിക്കുന്ന വാദ്യം. 2024 യൂണിയൻ ഇടക്കാല ബഡ്ജറ്റിൽ സാർവത്രിക പ്രതിരോധ കുത്തിവയ്പ് യജ്ഞത്തിന് ഭാഗമാകാൻ തീരുമാനിച്ചത് ഗർഭാശയ ക്യാൻസർ പ്രതിരോധം. ഗർഭാശയ ക്യാൻസർ പ്രതിരോധത്തിനുള്ള കുത്തിവയ്പ് യജ്ഞത്തിൻ്റെ ഭാഗമാകാനാണ് 2024 യൂണിയൻ ഇടക്കാല ബഡ്ജറ്റിൽ തീരുമാനിച്ചത്. 2024 യൂണിയൻ ഇടക്കാല ബഡ്ജറ്റിൽ സാർവത്രിക പ്രതിരോധ കുത്തിവയ്പ് യജ്ഞത്തിന് ഭാഗമാകാൻ തീരുമാനിച്ചത് എന്തിനെതിരെയുള്ള കുത്തിവയ്പ്പാണ്? ഗർഭാശയ ക്യാൻസറിനെതിരെയുള്ളത്. ഗർഭാശയ ക്യാൻസറിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്. മഡിക സമുദായ സംവരണ വിഷയം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തെലങ്കാന. തെലങ്കാന സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിഷയമാണ് മഡിക സമുദായ സംവരണ വിഷയം. അപ്പോൾ മഡിക സമുദായ സംവരണ വിഷയം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തെലങ്കാന. തെലങ്കാനയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് മഡിക സമുദായ സംവരണ വിഷയം. 2024 മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ ലഭിച്ച തമിഴ് സിനിമാ നടൻ വിജയകാന്ത്. വിജയകാന്തിനാണ് 2024 മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ ലഭിച്ചത്. 2024 മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ ലഭിച്ച തമിഴ് സിനിമാ നടൻ വിജയകാന്ത്. വിജയകാന്താണ് 2024 മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ ലഭിച്ചത്. വിജയകാന്തിന് 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് എഴുത്തുകാരൻ ഇ സന്തോഷ് കുമാറിനെ അർഹനാക്കിയ കൃതി നാരകങ്ങളുടെ ഉപമ. നാരകങ്ങളുടെ ഉപമ. PSC ഇങ്ങനെ ചോദിക്കാം, നാരകങ്ങളുടെ ഉപമ എന്ന കൃതിയുടെ കർത്താവാര്? ഇ സന്തോഷ് കുമാർ. 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് എഴുത്തുകാരൻ ഇ സന്തോഷ് കുമാറിനെ അർഹനാക്കിയ കൃതി നാരകങ്ങളുടെ ഉപമ. നാരകങ്ങളുടെ ഉപമ. 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് എഴുത്തുകാരൻ ഇ സന്തോഷ് കുമാറിനെ അർഹനാക്കിയ കൃതി ഏതാണ്? അതെ, കൃതി നാരകങ്ങളുടെ ഉപമ. നാരകങ്ങളുടെ ഉപമ. കേരളത്തിൽ ജുഡീഷ്യൽ സിറ്റി വരുന്നത് കളമശ്ശേരി. കളമശ്ശേരിയിലാണ് കേരളത്തിലെ ജുഡീഷ്യൽ സിറ്റി വരുന്നത്. അപ്പോൾ ജുഡീഷ്യൽ സിറ്റി വരുന്നത് എവിടെയാണ്? കളമശ്ശേരിയിലാണ് കേരളത്തിൽ ജുഡീഷ്യൽ സിറ്റി വരുന്നത്. മലയാള സിനിമയുടെ ഓൺലൈൻ ബുക്കിങ്ങിനായി കേരള സർക്കാർ വികസിപ്പിച്ച ആപ്പ് എൻ്റെ ഷോ. ഈ ആപ്പുകളൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്, മനസ്സിരുത്തി പഠിക്കുക. മലയാള സിനിമയുടെ ഓൺലൈൻ ബുക്കിങ്ങിനായി കേരള സർക്കാർ വികസിപ്പിച്ച ആപ്പാണ് എൻ്റെ ഷോ. മലയാള സിനിമയുടെ ഓൺലൈൻ ബുക്കിങ്ങിനായി കേരള സർക്കാർ വികസിപ്പിച്ച ആപ്പ് ഏതാണ്? എൻ്റെ ഷോ. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ചത് 1949 നവംബർ 26. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്? 1949 നവംബർ 26. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിച്ചത്. 1949 നവംബർ 26. 1949 നവംബർ 26. ഒരു തവണ കൂടെ പറഞ്ഞേ, 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടനയെ എക്സ്ട്രീംലി ഫെഡറൽ എന്ന് വിശേഷിപ്പിച്ചതാരാണ്?
പോൾ ആപ്ലബിയാണ് ഇന്ത്യൻ ഭരണഘടനയെ എക്സ്ട്രീംലി ഫെഡറൽ എന്ന് വിശേഷിപ്പിച്ചത്. പോൾ ആപ്ലബി എന്ന വ്യക്തിയാണ് ഇന്ത്യൻ ഭരണഘടനയെ എക്സ്ട്രീംലി ഫെഡറൽ എന്ന് വിശേഷിപ്പിച്ചത്. ആരാണ്? പോൾ ആപ്ലബി. ഒന്നുകൂടെ, പോൾ ആപ്ലബി. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 9A ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ്? 74-ാം ഭരണഘടനാ ഭേദഗതി വഴി. അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 9A ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണെന്നാണ് പറഞ്ഞത്? 74-ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 9A ചേർത്തത്. 74-ാം ഭരണഘടനാ ഭേദഗതി. കേരളത്തിൽ പട്ടികജാതി സംവരണം ഉള്ള ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 2 കേരളത്തിൽ പട്ടികജാതി സംവരണമുള്ള ലോക്സഭാ സീറ്റുകളുടെ എണ്ണം എത്രയാണ്? 2 കേരളത്തിൽ പട്ടികജാതി സംവരണമുള്ള ലോക്സഭാ സീറ്റുകളുടെ എണ്ണം. പ്രത്യേകം പഠിക്കുക, ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 2. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാതി നൽകേണ്ടത് ആരാണ്? ഉപഭോക്താക്കളുടെ സന്നദ്ധ സംഘടന, സർക്കാർ, അല്ലെങ്കിൽ ഈ മുകളിൽ പറഞ്ഞവരിൽ ആർക്കും നൽകാവുന്നതാണ്. അപ്പോൾ 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാതി നൽകേണ്ടത് ആരാണ്? ഉപഭോക്താക്കളുടെ സന്നദ്ധ സംഘടന, സർക്കാർ. അപ്പോൾ ഇവർ 3 പേർക്കും പരാതി നൽകാവുന്നതാണ്. വിവരാവകാശ നിയമപ്രകാരം അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർക്ക് അപേക്ഷ ലഭിച്ചാൽ മറുപടി നൽകേണ്ട കാലയളവ് 35 ദിവസം. വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. വിവരാവകാശ നിയമപ്രകാരം അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർക്ക് അപേക്ഷ ലഭിച്ചാൽ മറുപടി നൽകേണ്ട കാലയളവാണ് 35 ദിവസം. PSC പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും തീർച്ചയായും പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആൻസറാണിത്. എന്തെന്നാൽ നിങ്ങളൊക്കെ ഭാവിയിൽ അസിസ്റ്റൻ്റ് ഇൻഫർമേഷൻ ഓഫീസറും ഒക്കെ ആകേണ്ട ആൾക്കാരാണ്. അതുകൊണ്ട് വിവരാവകാശ നിയമപ്രകാരം അസിസ്റ്റൻ്റ് ഇൻഫർമേഷൻ ഓഫീസർക്ക് അപേക്ഷ ലഭിച്ചാൽ മറുപടി നൽകേണ്ട കാലയളവ് എത്രയാണ്? 35 ദിവസം. 35 ദിവസത്തിനുള്ളിൽ ഇദ്ദേഹം മറുപടി നൽകിയിരിക്കണം. വിവരാവകാശ നിയമപ്രകാരം അസിസ്റ്റൻ്റ് ഇൻഫർമേഷൻ ഓഫീസർ അപേക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ 35 ദിവസത്തിനകം ഇദ്ദേഹം തീർച്ചയായും മറുപടി നൽകിയിരിക്കണം. 1989 പട്ടികജാതി ഗോത്രവർഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനുള്ള നിയമപ്രകാരം അതിക്രമം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? നിയമത്തിലെ വകുപ്പ് 3 നിഷ്കർഷിക്കുന്ന കുറ്റങ്ങളാണ്. അപ്പോൾ 1989 പട്ടികജാതി ഗോത്രവർഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനുള്ള നിയമപ്രകാരം അതിക്രമം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? നിയമത്തിലെ വകുപ്പ് 3 നിഷ്കർഷിക്കുന്ന കുറ്റങ്ങളാണ്. നിയമത്തിലെ ഏത് വകുപ്പ് നിഷ്കർഷിക്കുന്ന കുറ്റങ്ങളാണ്? വകുപ്പ് 3 നിഷ്കർഷിക്കുന്ന കുറ്റങ്ങളാണ്. താഴെ പറയുന്നവയിൽ ഏത് വിഭാഗം ഉദ്യോഗസ്ഥരാണ് കേരള സബോർഡിനേറ്റ് സർവീസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്? ജുഡീഷ്യൽ ആൻഡ് മിനിസ്റ്റീരിയൽ സർവീസ്. താഴെ പറയുന്നവയിൽ ഏത് വിഭാഗം ഉദ്യോഗസ്ഥരാണ് കേരള സബോർഡിനേറ്റ് സർവീസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്? ജുഡീഷ്യൽ ആൻഡ് മിനിസ്റ്റീരിയൽ സർവീസ്. അപ്പോൾ ജുഡീഷ്യൽ ആൻഡ് മിനിസ്റ്റീരിയൽ സർവീസിൽ ഉള്ളവരാണ് കേരള സബോർഡിനേറ്റ് സർവീസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. കേരള സബോർഡിനേറ്റ് സർവീസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ്? ജുഡീഷ്യൽ ആൻഡ് മിനിസ്റ്റീരിയൽ സർവീസിൽ ഉള്ളവർ. ദുരന്ത സാഹചര്യത്തിൽ പൊതു ഏകോപനത്തിൻ്റെയും
ദുരിതാശ്വാസത്തിൻ്റെയും ചുമതല ഏത് വകുപ്പിനാണ്? ലാൻഡ് റവന്യൂ വകുപ്പിന്. ദുരന്ത സാഹചര്യത്തിൽ പൊതു ഏകോപനത്തിൻ്റെയും ദുരിതാശ്വാസത്തിൻ്റെയും ചുമതല ഏത് വകുപ്പിനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ലാൻഡ് റവന്യൂ വകുപ്പിന്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ദുരന്ത സാഹചര്യത്തിൽ പൊതു ഏകോപനത്തിൻ്റെയും ദുരിതാശ്വാസത്തിൻ്റെയും ചുമതല ലാൻഡ് റവന്യൂ വകുപ്പിന്. ലാൻഡ് റവന്യൂ വകുപ്പിനാണ് ദുരന്ത സാഹചര്യത്തിൽ പൊതു ഏകോപനത്തിൻ്റെയും ദുരിതാശ്വാസത്തിൻ്റെയും ചുമതല. ഏതൊക്കെ രാജ്യങ്ങളുടെ സാമ്പത്തിക കൂട്ടായ്മയാണ് ബ്രിക്സ്? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക. പല ഒരു പറഞ്ഞു പഠിക്കുക. ഏതൊക്കെ രാജ്യങ്ങളുടെ സാമ്പത്തിക കൂട്ടായ്മയാണ് ബ്രിക്സ്? ബ്രസീൽ, റഷ്യ, ചൈന, ദക്ഷിണാഫ്രിക്ക. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ വളരെയേറെ സാധ്യതയുള്ള ഒരു പോയിൻ്റാണ്. ഏതൊക്കെ രാജ്യങ്ങളുടെ സാമ്പത്തിക കൂട്ടായ്മയാണ് ബ്രിക്സ് എന്നുള്ളത്? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക. അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇതിലെ എല്ലാ രാജ്യങ്ങളുടെയും പേരുകൾ മനഃപ്പാഠമല്ലെങ്കിൽ നമ്മൾ ശരിക്കും ബുദ്ധിമുട്ടും. അപ്പോൾ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക. ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക. പല ഒരു പറഞ്ഞു പഠിക്കുക. ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്ക് ഏതാണ്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്കാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ആധുനിക രീതിയിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ എന്നതിൻ്റെ മലയാള പരിഭാഷ: നിങ്ങൾക്കൊരു സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തിജ്വലിക്കുക. അപ്പോൾ ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ. നിങ്ങൾക്കൊരു സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തിജ്വലിക്കുക. ഒറ്റ പദം എഴുതുക. പറയാൻ ഉദ്ദേശിച്ചത് വിവക്ഷിതം. പറയാൻ ഉദ്ദേശിച്ചത് എന്നതിൻ്റെ ഒറ്റപ്പദം ഏതാണ്? വിവക്ഷിതം. വിവക്ഷിതം. പറയാൻ ഉദ്ദേശിച്ചത് എന്നതിൻ്റെ ഒറ്റപ്പദം വിവക്ഷിതം. വിവക്ഷിതം. ധ്രുവീക സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന മേഘപടലങ്ങളാണ് നാക്രിയസ് മേഘങ്ങൾ. വളരെ ഇമ്പോർട്ടൻ്റ്. മേഘങ്ങളെക്കുറിച്ച് ഒരു ക്വസ്റ്റ്യനെങ്കിലും ഒരുമാതിരിപ്പെട്ട എല്ലാ PSC പരീക്ഷകളിലും ചോദിക്കുന്നതാണ്. അപ്പോൾ ധ്രുവീക സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന മേഘപടലങ്ങളാണ് നാക്രിയസ് മേഘങ്ങൾ. നാക്രിയസ് മേഘങ്ങൾ. അപ്പോൾ ധ്രുവപ്രദേശത്തെ, ധ്രുവീക എന്ന് പറഞ്ഞാൽ ധ്രുവപ്രദേശങ്ങളിലുള്ള സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന മേഘപടലങ്ങളാണ് നാക്രിയസ് മേഘങ്ങൾ. നാക്രിയസ് മേഘങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത്? ധ്രുവീക സ്ട്രാറ്റോസ്ഫിയറിൽ. ധ്രുവത്തിനടുത്തുള്ള സ്ട്രാറ്റോസ്ഫിയറിൽ. ധ്രുവീക സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന മേഘങ്ങൾ ഏതാണ്? നാക്രിയസ് മേഘങ്ങൾ. നാക്രിയസ് മേഘങ്ങൾ. രാജസ്ഥാൻ കനാൽ ഇന്ദിരാഗാന്ധി കനാൽ എന്ന് അറിയപ്പെട്ടു തുടങ്ങിയ വർഷം 1984. 1984 മുതലാണ് രാജസ്ഥാൻ കനാൽ ഇന്ദിരാഗാന്ധി കനാൽ എന്ന് അറിയപ്പെട്ടു തുടങ്ങിയത്. അപ്പോൾ 1984 മുതലാണ് രാജസ്ഥാൻ കനാൽ ഇന്ദിരാഗാന്ധി കനാൽ എന്ന് അറിയപ്പെട്ടു തുടങ്ങിയത്. 1984 മുതൽ. 1984 മുതൽ. നമുക്കിനി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻറ്റുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമെന്നാണ്. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 161. നടപടി ആരംഭിക്കുന്നതിന് 10 ദിവസം മുമ്പ് പ്രസിഡന്റിന് നോട്ടീസ് നൽകണം. സഭയിലെ 1/3 അംഗങ്ങളുടെ പിന്തുണ ഭൂരിപക്ഷ പ്രമേയം പാസാക്കാൻ ആവശ്യമാണ്. ലോക്സഭയിലോ രാജ്യസഭയിലോ നടപടി ആരംഭിക്കാം. ഇതിലെ തെറ്റായ ഉത്തരങ്ങളാണ്: നടപടി ആരംഭിക്കുന്നതിന് 10 ദിവസം മുമ്പ് നോട്ടീസ് നൽകണം, സഭയിലെ 1/3 അംഗങ്ങളുടെ ഭൂരിപക്ഷ പിന്തുണ വേണം എന്നുള്ളത്. ഇത് രണ്ടും തെറ്റാണ്. നടപടി ആരംഭിക്കുന്നതിന്
14 ദിവസം മുമ്പ് പ്രസിഡന്റിന് നോട്ടീസ് നൽകിയിരിക്കണം. സഭയിലെ 2/3 അംഗങ്ങളുടെ ഭൂരിപക്ഷം വേണം പ്രമേയം പാസ്സാകാനായിട്ട്. അപ്പോൾ രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻറ്റുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന തെറ്റായ പ്രസ്താവന നടപടി ആരംഭിക്കുന്നതിന് 10 ദിവസം മുമ്പ് പ്രസിഡന്റിന് നോട്ടീസ് നൽകണം. സഭയിലെ 1/3 അംഗങ്ങളുടെ പിന്തുണ ഭൂരിപക്ഷ പ്രമേയം പാസ്സാകാൻ ആവശ്യമാണ് എന്നുള്ള 2 ഉത്തരങ്ങളാണ് തെറ്റ്. അപ്പോൾ നടപടി ആരംഭിക്കുന്നതിന് 14 ദിവസം മുമ്പ് തന്നെ പ്രസിഡന്റിന് നോട്ടീസ് നൽകിയിരിക്കണം. സഭയിലെ 2/3 അംഗങ്ങളുടെ പിന്തുണ വേണം ഭൂരിപക്ഷ പ്രമേയം പാസ്സാകാനായിട്ട്. അടുത്തത് ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അനുച്ഛേദം 250 തെറ്റ്. ധനകാര്യ കമ്മീഷൻ അനുച്ഛേദം 324 തെറ്റ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ അനുച്ഛേദം 338A തെറ്റ്. ദേശീയ പട്ടികവർഗ കമ്മീഷൻ അനുച്ഛേദം 338 തെറ്റ്. ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് വിശദമായിട്ട് നോക്കാം. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 324 അപ്പോൾ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 324. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 324. ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 280. ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 280. ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 280. ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 338. അനുച്ഛേദം 338 ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം. ദേശീയ പട്ടികവർഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? 338A. ദേശീയ പട്ടികവർഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 338A. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 338. ദേശീയ പട്ടികവർഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 338A. 338A എന്ന് പറഞ്ഞ അമെൻമെൻറ്റ്. ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 338. ദേശീയ പട്ടികവർഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 338A. പോക്സോ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ തിരിച്ചറിയുക എന്നാണ്. കേസിൻ്റെ വിചാരണയ്ക്കായി പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ നിയമിക്കുക, ബാലസൗഹൃദ നടപടികൾ ഉറപ്പുവരുത്തുക, കുട്ടികളുടെ പുനരധിവാസം സാധ്യമാക്കുക, കുറ്റകൃത്യങ്ങൾക്ക് വിധേയരായ കുട്ടികൾക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കുക. അപ്പോൾ പോക്സോ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? കേസിൻ്റെ വിചാരണയ്ക്കായി പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ നിയമിക്കുക, ബാലസൗഹൃദ നടപടികൾ ഉറപ്പുവരുത്തുക, കുട്ടികളുടെ പുനരധിവാസം സാധ്യമാക്കുക, കുറ്റകൃത്യങ്ങൾക്ക് വിധേയരായ കുട്ടികൾക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കുക. വൈദ്യുതോർജ്ജം രാസോർജ്ജമായി മാറ്റുന്ന ഉപകരണമാണ് ഇലക്ട്രോലൈറ്റിക് സെല്ല്. അപ്പോൾ വൈദ്യുതോർജ്ജത്തെ രാസോർജ്ജമായി മാറ്റുന്ന ഉപകരണമാണ് ഇലക്ട്രോലൈറ്റിക് സെൽ. വൈദ്യുതോർജ്ജം രാസോർജ്ജമായി മാറ്റുന്ന ഉപകരണം ഏതാണ്? ഇലക്ട്രോലൈറ്റിക് സെല്ല്. ഇലക്ട്രോലൈറ്റിക് സെല്ലാണ് വൈദ്യുതോർജ്ജം രാസോർജ്ജമായി മാറ്റുന്ന ഉപകരണം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരിച്ചറിയുക. പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം 1989 പ്രകാരമുള്ള കേസുകളുടെ അന്വേഷണ ചുമതല ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് റാങ്കിൽ മുതലുള്ള ഉദ്യോഗസ്ഥനാണ്. പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമപ്രകാരമുള്ള കേസുകളിലെ ഇരകൾക്ക് ധനസഹായവും പുനരധിവാസവും അനുവദിക്കുന്നത് ജില്ലാ കളക്ടറാണ്. ഇവ രണ്ടും ശരിയാണ്. പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം 1989 പ്രകാരമുള്ള കേസുകളുടെ അന്വേഷണ ചുമതല ആർക്കാണ്? ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് റാങ്ക് മുതലുള്ള ഉദ്യോഗസ്ഥനാണ്.
പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമപ്രകാരമുള്ള കേസുകളിലെ ഇരകൾക്ക് ധനസഹായവും പുനരധിവാസവും അനുവദിക്കുന്നത് ആരാണ്? ജില്ലാ കളക്ടറാണ്. അപ്പോൾ ഒരു തവണ കൂടെ, പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം 1989 പ്രകാരമുള്ള കേസുകളുടെ അന്വേഷണ ചുമതല ആർക്കാണ്? ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് റാങ്കിൽ മുതലുള്ള ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ DYSP മുതൽ മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥന്മാർക്കാണ് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമപ്രകാരമുള്ള കേസുകളിലെ ഇരകൾക്ക് ധനസഹായവും പുനരധിവാസവും അനുവദിക്കുന്നത് ആരാണ്? ജില്ലാ കളക്ടറാണ്. 1916 ലക്നൗ കോൺഗ്രസ് സമ്മേളനവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണെന്നുള്ളതാണ്. മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചു, INCയുടെയും ലീഗിൻ്റെയും സമ്മേളനം ഒന്നിച്ചു നടത്തി, ഗാന്ധിജിയും നെഹ്റുവുമായി ആദ്യമായി കണ്ടുമുട്ടി, ഗാന്ധിജി നിസ്സഹകരണ പ്രമേയം അവതരിപ്പിച്ചു. ഇതിൽ ഉത്തരം തെറ്റ്. ഗാന്ധിജി നിസ്സഹകരണ പ്രമേയം അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ഗാന്ധിജി നിസ്സഹകരണ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം 1920 നാഗ്പൂർ സെഷനിലാണ്. അപ്പോൾ 1916 ലക്നൗ കോൺഗ്രസ് സമ്മേളനവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതെന്നുള്ളതാണ്. ഗാന്ധിജി നിസ്സഹകരണ പ്രമേയം അവതരിപ്പിച്ചു എന്നുള്ളതാണ് തെറ്റായ ഉത്തരം. അപ്പം 1916 ലക്നൗ സമ്മേളനവുമായി ബന്ധമുള്ള സംഗതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചു. അപ്പോൾ മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച സമ്മേളനം ഏതായിരുന്നു? 1916 ലക്നൗ സമ്മേളനം. INCയുടെയും ലീഗിൻ്റെയും ഒന്നിച്ച് നടന്ന സമ്മേളനം ഏതാണ്? 1916 ലക്നൗ സമ്മേളനം. ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയ സമ്മേളനം ഏതാണ്? 1916 ലക്നൗ സമ്മേളനം. വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. ഗാന്ധിജിയും നെഹ്റുവും കണ്ടുമുട്ടിയ സമ്മേളനം ഏതാണ്? 1916 ലക്നൗ സമ്മേളനം. 1916 ലക്നൗ സമ്മേളനത്തിൽ വെച്ചാണ് ഗാന്ധിജിയും നെഹ്റുവും കണ്ടുമുട്ടിയത്. അപ്പോൾ 1916 ലക്നൗ സമ്മേളനത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചു, INCയുടെയും ലീഗിൻ്റെയും സമ്മേളനം ഒന്നിച്ച് നടത്തി, ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടി. അപ്പോൾ 1916 ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ പ്രത്യേകതകൾ ഒന്നുകൂടെ പറയുകയാണ്. മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചു, INCയുടെയും ലീഗിൻ്റെയും സമ്മേളനം ഒന്നിച്ചു നടത്തി, ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടി. ഇതിൽ നിസ്സഹകരണ പ്രമേയം അവതരിപ്പിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്. അത് 1920 നാഗ്പൂർ സെഷനിലാണ് നിസ്സഹകരണ പ്രമേയം അവതരിപ്പിച്ചത്. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. അഭികേന്ദ്രബലം ഒരു അടിസ്ഥാന അളവാണ്. വർത്തുളപാതയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന് വൃത്തകേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ബലമാണ് അഭികേന്ദ്രബലം. സൗരയൂഥത്തിൽ ഗ്രഹങ്ങൾക്ക് അഭികേന്ദ്രബലം നൽകുന്നത് സൂര്യനിൽ നിന്നുള്ള ഗുരുത്വാകർഷണമാണ്. സൗരയൂഥത്തിൽ ഗ്രഹങ്ങൾക്ക് അഭികേന്ദ്രബലം നൽകുന്നത് ഗ്രഹങ്ങളുടെ ഗുരുത്വാകർഷണമാണ്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെന്ന് നോക്കാം. വർത്തുളപാതയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന് വൃത്തകേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ബലമാണ് അഭികേന്ദ്രബലം. അപ്പോൾ അഭികേന്ദ്രബലം എന്ന് പറഞ്ഞാൽ എന്താണ്? വർത്തുളപാതയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന് വൃത്തകേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ബലമാണ് അഭികേന്ദ്രബലം. നമ്മൾ ഈ കല്ലൊക്കെ കെട്ടി കറക്കുകയല്ലേ, അതാണ്. വർത്തുളപാതയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന് വൃത്തകേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ബലമാണ് അഭികേന്ദ്രബലം. സൗരയൂഥത്തിൽ ഗ്രഹങ്ങൾക്ക് അഭികേന്ദ്രബലം നൽകുന്നത് സൂര്യനിൽ നിന്നുള്ള ഗുരുത്വാകർഷണമാണ്. അപ്പോൾ സൗരയൂഥത്തിൽ ഗ്രഹങ്ങൾക്ക് അഭികേന്ദ്രബലം നൽകുന്നത് എന്താണ്? സൂര്യനിൽ നിന്നുള്ള ഗുരുത്വാകർഷണമാണ്. സൂര്യനിൽ നിന്നുള്ള ഗുരുത്വാകർഷണമാണ് സൗരയൂഥത്തിൽ ഗ്രഹങ്ങൾക്ക് അഭികേന്ദ്രബലം നൽകുന്നത്. രാസമാറ്റവും ഭൗതിക മാറ്റവും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. രാസമാറ്റം എന്നുള്ളത് സ്ഥിരമായ മാറ്റമാണ്.
അപ്പോൾ സ്ഥിരമായ മാറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പോൾ വിറക് കത്തിക്കഴിഞ്ഞാൽ അത് കരിയാകും, പിന്നെ തിരിച്ച് നമുക്കതിനെ വിറകാക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് രാസമാറ്റം എന്ന് ഉദ്ദേശിക്കുന്നത്. രാസമാറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് വിറക് കത്തുന്നത് മാത്രമല്ല കേട്ടോ, അതുപോലുള്ളത്. അപ്പോൾ വിറക് കത്തുന്നത് പോലുള്ളത്, പേപ്പർ കത്തുന്നത്, അതുപോലെ തന്നെ പാല് പുളിച്ച് തൈരാകുന്നത്. പാല് പുളിച്ച് തൈരായി കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് തൈരിനെ പാലാക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പോൾ പാല് പുളിച്ച് തൈരാകുന്നത് ഇതൊക്കെ രാസമാറ്റമാണ്. അപ്പോൾ രാസമാറ്റത്തിന് ഉദാഹരണം ഏതൊക്കെയാണ്? പാല് പുളിച്ച് തൈരാകുന്നത്, വിറക് കത്തുന്നത്, ഇവയൊക്കെ രാസമാറ്റത്തിന് ഉദാഹരണമാണ്. ഇനി ഭൗതിക മാറ്റത്തിന് ഉദാഹരണം ഏതൊക്കെയാണ്? വെള്ളം ഐസാകുന്നത്, അതുപോലെ തന്നെ മെഴുക് ഉരുകുന്നത്, അവസ്ഥ, ആകൃതി എന്നിവയിലെ മാറ്റം, ഇവയൊക്കെ ഭൗതിക മാറ്റത്തിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഭൗതിക മാറ്റത്തിന് ഉദാഹരണം എന്താണ്? ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ് മെഴുകുരുകുന്നത്. മെഴുകുതിരി നമ്മൾ ഉരുക്കി കഴിഞ്ഞാൽ വീണ്ടും അത് ഉരുകിയ മെഴുകുതിരി നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും, വീണ്ടും അത് മെഴുകായിട്ട് തന്നെ വരും. അപ്പോൾ മെഴുകുരുകുന്നത്, ജലം ഐസാകുന്ന ജലത്തിനെ നമുക്ക് ജലമാക്കാം, വീണ്ടും അതിനെ തണുപ്പിച്ചാൽ ഐസാക്കുകയും ചെയ്യാം. അപ്പോൾ ഭൗതിക മാറ്റത്തിന് ഉദാഹരണങ്ങളാണ് ജലം ഐസാകുന്നു, മെഴുകുരുകുന്നു, അവസ്ഥ, ആകൃതി, വലിപ്പം എന്നിവയിലെ മാറ്റം. ഇതെല്ലാം ഭൗതിക മാറ്റത്തിന് ഉദാഹരണമാണ്. അഗ്നിശമന പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ഒരു വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അഗ്നിശമന പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ഒരു വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് നമുക്ക് തീ കെടുത്താൻ സാധിക്കും. അപ്പോൾ അഗ്നിശമന പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ഒരു വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡാണ് അഗ്നിശമന പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ഒരു വാതകം. ആർദ്രം പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണ്? നവകേരള മിഷൻ. നവകേരള മിഷന്റെ ഒരു പദ്ധതിയാണ് ആർദ്രം പദ്ധതി നടപ്പാക്കുന്നത് ആരാണ്? നവകേരള മിഷൻ. നവകേരള മിഷനാണ് ആർദ്രം പദ്ധതി നടപ്പിലാക്കുന്ന. പദ്ധതികളൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്, പലതവണ പറഞ്ഞു പഠിക്കുക. ആർദ്രം പദ്ധതി നടപ്പാക്കുന്നത് ആരാണ്? നവകേരള മിഷൻ. നവകേരള മിഷനാണ് ആർദ്രം പദ്ധതി നടപ്പിലാക്കുന്നത്. രേവതി പട്ടത്താനം നടക്കുന്ന വേദി ഏതാണ്? കോഴിക്കോട് തളി ക്ഷേത്രം. കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ വെച്ചാണ് രേവതി പട്ടത്താനം നടക്കുന്നത്. രേവതി പട്ടത്താനം നടക്കുന്നത് എവിടെയാണ്? കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ വെച്ചാണ്. കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ വെച്ചാണ് രേവതി പട്ടത്താനം നടക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യവസായ നഗരം ഏത്? ജംഷഡ്പൂർ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യവസായ നഗരം ഏതാണ്? ജംഷഡ്പൂർ. ജംഷഡ്പൂരാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യവസായ നഗരം. ഒരു തവണ കൂടെ പറഞ്ഞേ, ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യവസായ നഗരം ഏതാണ്? ജംഷഡ്പൂർ. ജംഷഡ്പൂരാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യവസായ നഗരം. പയസ്വിനി എന്നറിയപ്പെടുന്ന നദിയാണ് ചന്ദ്രഗിരിപ്പുഴ. ചന്ദ്രഗിരിപ്പുഴയുടെ മറ്റൊരു പേരാണ് പയസ്വിനിപ്പുഴ. പയസ്വിനിപ്പുഴ. പയസ്വിനിപ്പുഴ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ചന്ദ്രഗിരിപ്പുഴ. പയസ്വിനി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ചന്ദ്രഗിരിപ്പുഴ. ചന്ദ്രഗിരിപ്പുഴയുടെ മറ്റൊരു പേരാണ് പയസ്വിനിപ്പുഴ. ക്ലോറിൻ വാതകവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ്. ഉയർന്ന രാസപ്രവർത്തന ശേഷിയാണ്, സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്നില്ല, ക്ലോറിൻ ഒരു മൂലകം ആണെന്ന് സ്ഥിരീകരിച്ചത് ഹംഫ്രി ഡേവിയാണ്. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ക്ലോറിൻ വാതകത്തിൻ്റെ പ്രത്യേകത ഏതൊക്കെയാണ്? ഉയർന്ന രാസപ്രവർത്തന ശേഷിയാണ്. ക്ലോറിൻ വാതകത്തിന് ഉയർന്ന രാസപ്രവർത്തന ശേഷിയാണ്. സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്നില്ല. ക്ലോറിൻ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്നില്ല. ക്ലോറിൻ ഒരു മൂലകം ആണെന്ന് സ്ഥിരീകരിച്ചത് ആരാണ്? ഹംഫ്രി ഡേവി. ഹംഫ്രി ഡേവി എന്ന ശാസ്ത്രജ്ഞനാണ് ക്ലോറിൻ ഒരു മൂലകം ആണെന്ന് സ്ഥിരീകരിച്ചത്. ഒരു തവണ കൂടെ ക്ലോറിൻ്റെ പ്രത്യേകതകളാണ്: ഉയർന്ന രാസപ്രവർത്തന ശേഷി, സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്നില്ല, ഇതൊരു മൂലകം ആണെന്ന് സ്ഥിരീകരിച്ചത് സർ ഹംഫ്രി ഡേവിയാണ്. ഹംഫ്രി ഡേവിയാണ് ക്ലോറിൻ ഒരു മൂലകം ആണെന്ന് സ്ഥിരീകരിച്ചത്.
താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും സാംക്രമിക രോഗങ്ങൾ തിരഞ്ഞെടുക്കുക. സാംക്രമിക രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പകരുന്ന രോഗങ്ങൾ. ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നും സാംക്രമിക രോഗങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. കോളറ, ടൈഫോയിഡ്, എലിപ്പനി, രക്തസമ്മർദ്ദം. ഇതിൽ സാംക്രമിക രോഗം ഏതാണ്? കോളറയും ടൈഫോയിഡും എലിപ്പനിയുമാണ് സാംക്രമിക രോഗം. രക്തസമ്മർദ്ദം ഒരു ജീവിതശൈലീ രോഗമാണ്. അപ്പോൾ സാംക്രമിക രോഗങ്ങൾ ഏതൊക്കെയാണ്? കോളറ, ടൈഫോയിഡ്, എലിപ്പനി. കോളറ, ടൈഫോയിഡ്, എലിപ്പനി എന്നിവ സാംക്രമിക രോഗങ്ങളും രക്തസമ്മർദ്ദം ഒരു ജീവിതശൈലീ രോഗവുമാണ്. അപ്പോൾ ഏതൊക്കെയാണ് സാംക്രമിക രോഗങ്ങൾ? കോളറ, ടൈഫോയിഡ്, എലിപ്പനി. കോളറ, ടൈഫോയിഡ്, എലിപ്പനി. രക്തസമ്മർദ്ദം എന്താണ്? ഒരു ജീവിതശൈലീ രോഗമാണ് രക്തസമ്മർദ്ദം. കണക്കുകൂട്ടലുകൾക്കായി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണ്? സ്പ്രെഡ്ഷീറ്റ്. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ് കണക്കുകൂട്ടലുകൾക്കായി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അപ്പോൾ കണക്കുകൂട്ടലുകൾക്കായി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണ്? സ്പ്രെഡ്ഷീറ്റ്. സ്പ്രെഡ്ഷീറ്റ് ആണ് കണക്കുകൂട്ടലുകൾക്കായി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ജീവകം കെയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഹീമോഫീലിയ. ഹീമോഫീലിയ എന്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ്? ജീവകം കെ. ജീവകം കെയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഹീമോഫീലിയ. ഹീമോഫീലിയ. ഹീമോഫീലിയ എന്തിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ്? ജീവകം കെയുടെ. ജീവകം കെയുടെ പലതവണ പറഞ്ഞു പഠിക്കുക. വളരെയേറെ തവണ PSC ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ജീവകം കെയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഹീമോഫീലിയ. ഹീമോഫീലിയ. ലോക മാനസികാരോഗ്യ ദിനം ഒക്ടോബർ 10. ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനം. ലോക മാനസികാരോഗ്യ ദിനം എന്നാണ്? ഒക്ടോബർ 10. ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനം. ലോക മാനസികാരോഗ്യ ദിനം എന്നാണ്? ഒക്ടോബർ 10. ഒക്ടോബർ 10. ഇനി നമുക്ക് ചില ജീവിതശൈലീ രോഗങ്ങളും അതിൻ്റെ കാരണങ്ങളും എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. പ്രമേഹം. ഇൻസുലിൻ്റെ കുറവ് അല്ലെങ്കിൽ പ്രവർത്തന വൈകല്യമോ. അപ്പോൾ പ്രമേഹത്തിന് കാരണം എന്താണ്? ഇൻസുലിൻ്റെ കുറവോ അതിൻ്റെ പ്രവർത്തന വൈകല്യമോ ആണ്. ഇൻസുലിൻ്റെ കുറവോ ഇൻസുലിൻ്റെ പ്രവർത്തന വൈകല്യമോ കൊണ്ടുണ്ടാകുന്ന രോഗമാണ് പ്രമേഹം. പ്രമേഹത്തിൻ്റെ കാരണം എന്താണ്? ഇൻസുലിൻ്റെ കുറവോ പ്രവർത്തന വൈകല്യമോ. ഫാറ്റി ലിവർ. ഫാറ്റി ലിവർ. ഫാറ്റി ലിവർ എന്ന് കേട്ടാൽ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ ഇടയാവുന്നതാണ്. അപ്പോൾ എന്താണ് ഫാറ്റി ലിവറിൻ്റെ കാരണം? എന്താണ്? കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ ഇടയാവുന്നതാണ് ഫാറ്റി ലിവർ എന്ന അവസ്ഥയ്ക്ക് കാരണം. പക്ഷാഘാതം. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നതോ രക്തപ്രവാഹം തടസ്സപ്പെടുന്നതോ ആണ് പക്ഷാഘാതത്തിന് കാരണം. അപ്പോൾ പക്ഷാഘാതത്തിന് കാരണം എന്തൊക്കെയാണ്? മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നതോ രക്തപ്രവാഹം തടസ്സപ്പെടുന്നതോ ആണ് പക്ഷാഘാതത്തിന് കാരണം. ഒരു തവണ കൂടെ കേട്ട് പഠിച്ചേ. പക്ഷാഘാതത്തിന് കാരണം എന്താണ്? മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നതോ രക്തപ്രവാഹം തടസ്സപ്പെടുന്നതോ. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നതോ രക്തപ്രവാഹം തടസ്സപ്പെടുന്നതോ ആണ് പക്ഷാഘാതത്തിന് കാരണം. അമിത രക്തസമ്മർദ്ദം. കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് കൊണ്ടാണ് അമിത രക്തസമ്മർദ്ദം ഉണ്ടാകുന്നത്. അമിത രക്തസമ്മർദ്ദം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നതാണ്. അപ്പോൾ കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന അവസ്ഥ എന്താണ്? അമിത രക്തസമ്മർദ്ദം. അമിത രക്തസമ്മർദ്ദത്തിന് കാരണം എന്താണ്? കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നു. വ്യാസം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും രക്തസമ്മർദ്ദം കൂടും. അപ്പോൾ അമിത രക്തസമ്മർദ്ദത്തിന് കാരണം എന്താണ്? കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നു. ഹൃദയാഘാതം. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ
കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലമാണ് ഹൃദയാഘാതം ഉണ്ടാകുന്നത്. അപ്പോൾ ഹൃദയാഘാതം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന, അപ്പോൾ ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്നത് എന്താണ്? കൊറോണറി ധമനികൾ. അപ്പോൾ ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന അവസ്ഥയാണ് ഹൃദയാഘാതം. അപ്പോൾ ഹൃദയാഘാതത്തിന് കാരണം എന്താണ്? ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നു. അതുകൊണ്ടാണ് ഹൃദയാഘാതം ഉണ്ടാകുന്നത്. ഹൃദയാഘാതം ഉണ്ടാകുന്നതിനുള്ള കാരണം ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നു. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, PSC ബുള്ളറ്റിനിൽ നിന്നും എടുത്തിട്ടുള്ള ആനുകാലികവും GKയും അടങ്ങിയ ഈ വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ട് ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക. നിങ്ങളുടെ പ്രോത്സാഹനം കൂടുതൽ വീഡിയോകൾ ഉൾപ്പെടുത്താൻ ഞങ്ങൾക്ക് പ്രചോദനമാകും. ഈ വീഡിയോയുടെ മൂന്നാം ഭാഗവുമായി നമുക്ക് നാളെ കാണാം. അപ്പോൾ ഗുഡ് ബൈ.